ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇത് കാൻസസിലെ ഇന്ത്യൻ സ്റ്റോറാണ്. ഇവിടെ മിക്ക സാധനവും നാട്ടിലേക്ക് കിട്ടും. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഫ്രഷ് വെജിറ്റബിൾസും കുറച്ച് ഫ്രോസൺ വെജിറ്റബിൾസും ആണ്. ഇത് അവിയൽ മിക്സ്, പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക, മുരിങ്ങയ്ക്ക ഉണ്ട്, പിന്നെ നമുക്ക് അച്ചാറൊക്കെ ഇടാൻ വേണ്ടി നല്ല നെല്ലിക്കായും ഉണ്ട്, പിന്നെ എവ്രി വൺസ് ഫേവറേറ്റ് ചക്ക. പിന്നെ ഇവിടുത്തെ ബിസി ലൈഫിൽ ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ടുള്ള ഈ ഫ്രോസണായിട്ട് കൊച്ചുള്ളിയൊക്കെ കിട്ടും. പക്ഷെ ഫ്രഷായിട്ട് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഞങ്ങളിപ്പോഴും ഫ്രഷ് മേടിച്ച് പൊളിച്ചാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈവൻ വെളുത്തുള്ളി വരെ നമുക്ക് ഫ്രോസണായിട്ട് കിട്ടും. പിന്നെ നമുക്ക് കേരള ഫുഡ് എന്തുണ്ടാക്കണമെങ്കിലും കുറച്ച് തേങ്ങാപ്പീര വേണമല്ലോ, അപ്പോൾ ഗ്രേറ്റഡ് ആയിട്ട് കിട്ടാൻ എളുപ്പമാണ്. ഈ സെഷൻ വരുവാണെങ്കിൽ ഫുൾ റെഡി ടു ഈറ്റ് ആണ്. നമുക്ക് ജസ്റ്റ് ചൂടാക്കി കഴിച്ചാൽ മാത്രം മതി. സോ ഇതിവിടെ എരിശ്ശേരി, പപ്പായ തോരൻ, പിന്നെ ഒനിയൻ തീയലും, മാക്രൽ എന്ന് പറയുമ്പോൾ നമ്മുടെ അയലക്കറിയുണ്ട്, മീൻ പീരയുണ്ട്, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചക്കക്കുരു മാങ്ങാക്കറി. ഈ സെഷൻ വരുമ്പോൾ ചിക്കൻ ബിരിയാണി, കേരള ചിക്കൻ കറി, നമ്മുടെ ബീഫ് വറുത്തത്, പിന്നെ നമ്മുടെ കപ്പ ബിരിയാണിയും ചിക്കൻ 65 ഒക്കെയാണ് ഈ സെഷൻ. ഈ സെഷൻ വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ നോർത്ത് ഇന്ത്യൻ ഫുഡാണ്. പനീർ ടിക്ക മസാല ഒക്കെ. ഇവിടെ ഉത്തപ്പവും നല്ല വടയും, പക്ഷെ തട്ടുകടയിൽ കിട്ടുന്ന വട പോലൊന്നും അല്ല കേട്ടോ, ഇതെല്ലാം ഫ്രോസൺ ആണ്. സോ ആ ടേസ്റ്റ് വരത്തില്ല. പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇവിടെ പുട്ട് വരെ നമുക്ക് റെഡി ടു ഈറ്റ് ആയിട്ട് ജസ്റ്റ് ചൂടാക്കി കഴിച്ചാൽ മാത്രം മതി. Water content is too much in these things. ഇൻട്രസ്റ്റിംഗ്. So that means the intensity of അപ്പോൾ ginger നിങ്ങൾക്ക് becomes മനസ്സിലായല്ലോ less. ഇങ്ങനെ ഒരു നല്ല ഇഞ്ചി മേടിക്കേണ്ടതെന്ന്. അങ്ങനെ ഫൈനലി ഞങ്ങളുടെ ഫേവറേറ്റ് ബോബ മിൽക്ക് ടീ കുടിച്ച് ഞങ്ങളുടെ ഡേ എൻഡ് ചെയ്തു.